ഇപ്പോൾ കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ചാൾസ് ജോർജ്, ഈ ബജറ്റിൽ താങ്കൾ തൃപ്തനാണോ? മത്സ്യമേഖലയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിഹിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് മത്സ്യരംഗത്തിന് 6000 കോടി വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ മേഖലകളിൽ മത്സ്യ രംഗത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ളൊരു ബജറ്റാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നു? ഇതില് ഈ ബഡ്ജറ്റിൽ 6000 കോടി രൂപ മത്സ്യബന്ധന മേഖലയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് മത്സ്യസമ്പാദന യോജന പദ്ധതി പ്രകാരം നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വകതിരിച്ചുള്ള കണക്ക് നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടില്ല ഇപ്പോഴും. പക്ഷേ ഇതിനു മുമ്പുള്ള അനുഭവം ഞങ്ങളുടെ മുന്നിലുണ്ട്. നേരത്തെ ബീഹാറിയായിരുന്നു ഞങ്ങളുടെ മന്ത്രി. അപ്പോൾ അനുഭവിച്ച പല തുക പദ്ധതികളും ഉൾനാടൻ ഫിഷറി രൂപത്തിൽ ബീഹാറിലേക്കോ ജാർഖണ്ഡിലേക്കോ ഒക്കെ പോയ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കൊച്ചി തുറമുഖത്തിൽ 400 ചില്ലാൻ കോടി രൂപയുടെ പദ്ധതി വന്നത്. അതല്ലാതെ കേരളത്തിലെ പ്രതിസന്ധിയിലായിരിക്കുന്ന മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾക്ക് ഏതെങ്കിലും നിൽക്കുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ കാണുന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ ഇപ്പോൾ ലോകത്തെ 5ാമത്തെ ശക്തിയാണെന്നാണ് നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നത്. IMFന്റെ കണക്ക് പ്രകാരം, ഇന്നലെ പുറപ്പെടുവിച്ച കണക്ക് പ്രകാരം നമ്മൾ 6ാമത്തെ ശക്തിയാണ്. കണക്ക് അവിടെ നിന്നോട്ടെ, ഞങ്ങളെക്കുറിച്ചല്ല പറയേണ്ടത്. ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പച്ചന കാട്ടി ആടിനെ 60 ചാലിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാട് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നടക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഈ മേഖലയിൽ നമുക്കറിയാം, പൂർണ്ണമായും കടലും ആഴക്കടലും തീരപ്രദേശവും അദാനിക്കടക്കമുള്ള ആൾക്ക് തിരയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ആഴക്കടലിൽ ഏതാണ്ട് $187 ബില്യൺ നിക്ഷേപം കിടക്കുന്നുണ്ട് ഇന്ത്യയുടെ. 4000 മുതൽ 6000 മീറ്റർ വരെ ആഴത്തിൽ കിടക്കപ്പെടുന്ന പോളിമെറ്റാലിക് മാംഗനീസ് ജോഡികൾക്കാണുള്ളത്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്കവേറ്റ് ചെയ്യാനും സംസ്കരിക്കാനും കൺവെർട്ട് ചെയ്യാനും വിൽക്കാനുമുള്ള അവകാശം കുത്തകൾക്ക് കൊടുക്കുന്ന ബ്ലൂ ഇക്കോണമി നയം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1. 2, ആഴക്കടലിൽ കപ്പലുകൾ അടക്കം വയ്ക്കാൻ ഇന്ത്യയിലെ നേരത്തെ വിദേശ കുത്തകൾക്ക് നിലപാട് ഞങ്ങൾ സമരം ചെയ്ത് മാറ്റിയതാണ്. ഇവർക്ക് ആഴക്കടലിൽ യഥേച്ഛം വിവരിക്കാൻ ആവശ്യമായ നടപടി കേന്ദ്രം അംഗീകരിച്ചു. തീരക്കടലിലാകട്ടെ ഏതാണ്ട് വിഴിഞ്ഞം മാതൃകയിൽ ഏതാണ്ട് 6 പുതിയ തുറമുഖങ്ങൾ വരികയാണ്. അതിന് പുറമെ 12 കോസ്റ്റൽ ഡെവലപ്മെന്റ് സോണുകൾ വരുന്നു, 14 ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ വരുന്നു, 106 പുതുവൈറ്റ് മോഡലുള്ള വൻകിട പദ്ധതികൾ വരുന്നുണ്ട്, 2000 കിലോമീറ്റർ പുതിയ റോഡുകൾ വരുന്നുണ്ട്. പിന്നെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡെവലപ്മെന്റ് സിറ്റികൾ, കോസ്റ്റൽ ഡെവലപ്മെന്റ് സിറ്റികൾ വരുന്നുണ്ട്. അതുകൂടാതെ പോർട്ടുകൾ വരുന്നുണ്ട്, കപ്പൽ പൊളിച്ചാല വരുന്നുണ്ട്, കപ്പൽ നിർമ്മാണശാല വരുന്നുണ്ട്. ഞാൻ ഒരു ചെറിയ ചോദിക്കട്ടെ, 90 ലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇന്ത്യയിലുള്ളത്. ഇവർക്ക് ഇതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ആലോചിക്കണം. ഇതിൽ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ വിഴിഞ്ഞം 10 ലക്ഷം മുടക്കാതെയാണ് ഇന്നിപ്പോ അദാനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ കൽക്കത്തയ്ക്ക് അടുത്തൊരു തുറമുഖവും വർക്കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ തുറമുഖങ്ങളിലേക്ക് ഉത്തരവാദിത്വം ഇവർക്കാണ്. 50 പുതിയ വിമാനത്താവളങ്ങളും വരുമെന്ന് പറയുന്നു. വിമാനത്താവളങ്ങളും ഈ തുറമുഖങ്ങളുമായുള്ള അദാനിയുടെ നേട്ടപ്പുള്ളികൾ യഥാർത്ഥത്തിൽ അദാനിക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റാണല്ലോ എന്ന് മനസ്സിലാക്കണം. പേരിന് ഞങ്ങളുടെ പേര് പറയുന്നത് മാത്രമാണുള്ളത്. ഇപ്പോൾ ഈ $157 ബില്യൺ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇത്തരം കുത്തകളെ ഏൽപ്പിക്കുന്ന നയം പ്രഖ്യാപിക്കുകയും തീരപ്രദേശം അപ്പാട് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കും തുറമുഖങ്ങൾക്ക് വരികയാണ്. നമുക്കറിയാം, ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് ഈ രംഗത്ത് വരുന്നു വരേണ്ടത്. നിർഭാഗ്യവശാൽ ഇൻഡസ്ട്രിയൽ പ്രോളിറ്റേറിയറ്റ് ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്ന് ഈ നയത്തിന് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഈ നയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ യോഗം കൂടിയിരിക്കുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രോളിറ്റേറിയറ്റ്, നമ്മുടെ റൂറൽ പ്രോളിറ്റേറിയറ്റ് എന്നറിയപ്പെടുന്ന ഈ മത്സ്യത്തൊഴിലാളി മേഖലയടക്കം ഉൾച്ചേർത്തുകൊണ്ട് ഈ നയങ്ങൾക്കെതിരെ ശക്തമായ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ വിഴിഞ്ഞത്തായാലും കൽക്കത്തയിലായാലും അവിടെ ഭരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ എതിർക്കുന്നവരാണെന്ന് അറിയാൻ നമുക്ക്. അവര് പോലും ഈ നയങ്ങളുടെ വാഴ്ത്തിപ്പാട്ടുകാരായും മാറിയ ഒരു ദുരന്തം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കേന്ദ്രമെന്നില്ല, സംസ്ഥാനമെന്നില്ല, എല്ലാ ആളുകളും അദാനിക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അദാനി ആകട്ടെ ആദിവാസി മേഖലയിൽ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ആരാന്ത ആസ്തേവ് മേഖലയിലെ
ഏതാണ്ട് 17 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്തുള്ള 23 ബ്ലോക്കുകൾ അവർക്കിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ശ്രീ ചാൾസ് ജോർജ്, ഇതെല്ലാം ഒരുപക്ഷെ താങ്കൾ അദാനിയെ ഇത്തരത്തിൽ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പദ്ധതിയെ വിമർശിക്കുന്നു. ഇതൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് എങ്ങനെ ദോഷമാകുന്നു എന്നുള്ളതാണ് താങ്കൾ എടുത്തു പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ 6000 രൂപ എന്ന് നോക്കിയാൽ വലിയത് ഇതിനുമ്പ് 4000 രൂപ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഒന്നും പോലും ഇവിടെ വന്നിട്ടില്ല. ആകെ കേരളത്തിൽ വന്നിരിക്കുന്നത് കൊച്ചി തുറമുഖത്തിൽ ഇപ്പൊ ഈ വർഷം 247 കോടി രൂപയുടെ വികസനം വന്നിരിക്കുകയാണ്. കൊച്ചി തുറമുഖത്ത് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളരെ വള്ളം അടുപ്പിക്കുന്നില്ല, അറിയാമല്ലോ. അവർക്കുള്ള പദ്ധതികൾ ഒത്തുതന്നെ കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ നമുക്ക് നൽകേണ്ട 1500 രൂപയുടെ ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ വിധം പോലും നൽകിയിട്ടില്ല. പിന്നെ എന്ത് ആനുകൂല്യമാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സാർ? ഇതാണ് ഞങ്ങളുടെ മേഖലയിലെ അവസ്ഥ. വലിയ പദ്ധതികൾ എഴുതി വെക്കുക, വലിയ വാഗ്ദാനങ്ങൾ എഴുതി വെക്കുക, അതേസമയം പൂർണ്ണമായി കുത്തകൾക്ക് ചേരുന്ന, അവർക്ക് അടിപ്പെടുന്ന കുത്തകളുമായി ചേരുന്ന ഒരു ഫാസിസ്റ്റ് നയം നടപ്പാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാണ് പറഞ്ഞ പച്ചില കാണിച്ച് ആടിനെ അറവുശാലയിൽ കൊണ്ടുപോകുന്ന പോലെ ആഗോളവൽക്കരണത്തിന്റെ അറവുശാലയിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയിൽ 90 ലക്ഷം മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഉണ്ട്. ഒരു നിമിഷം ശ്രീ ചാൾസ് ജോർജ്, അതായത് ഈ ബജറ്റ് മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ച് നിരാശാജനകമായ ബജറ്റാണ്. ആശയം നിരാശയല്ല നമ്മുടെ വിഷയം. നമ്മുടെ നയം തന്നെ പ്രഖ്യാപിച്ചില്ല ഗവൺമെന്റ് ആദ്യം. ഗവൺമെന്റ് നയം എന്ന് പറയുന്നത് ഈ മേഖല പൂർണ്ണമായും വികസനത്തിന് പേരിൽ നമ്മൾ കണ്ടില്ലേ, വിഴിഞ്ഞത്ത് സമരത്തെ സംബന്ധിച്ചിടത്തോളം തെക്ക് ഭാഗത്ത് മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുന്നു, വടക്ക് ഭാഗത്ത് കടലെടുത്ത് പോകുന്നു. എവിടെ പോകും തൊഴിലാളികൾ? ഇതാണ് നമ്മുടെ വികസനമെന്ന് തൊഴിലാളി പ്രസ്ഥാനമടക്കം പറയുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇത്തരം പദ്ധതി കൊണ്ടുവന്നിട്ട് ഇവർക്ക് നഷ്ടപരിഹാരം പോലെ ആനുകൂല്യം പ്രഖ്യാപിക്കലുള്ള ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉത്പാദക സമൂഹമാണ്. ഈ ഉത്പാദന മേഖലയെ പുനഃസൃഷ്ടിക്കാനും വേണ്ടത്, പുനഃസംഘടിപ്പിക്കാനും വേണ്ടത്. അത്തരത്തിലൊരു നയവും വരുന്നില്ല. പകരം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് എന്താണ്? ആഴക്കടലിൽ വലിയ പദ്ധതി വരുന്നു. അതൊക്കെ ആരാണ് വരുന്നത്? വൻകിട കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യയുടെ ആഴക്കടലിൽ വൻപിച്ച നിക്ഷേപമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മത്സ്യബന്ധന മേഖലയിൽ. അത് അടക്കം വൻകിടക്കാരാണ് വരുന്നത്. മത്സ്യബന്ധന മേഖലയ്ക്ക് അത് ആനുകൂല്യങ്ങൾ പരിമിതമാണ് ലഭിക്കുന്നതെന്ന് എന്റെ അഭിപ്രായം. അതായത് ശ്രീ ചാൾസ് ജോർജ്, ഈ തരത്തിൽ ഇപ്പോൾ ഈ 6000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നതിന്റെ ഗുണഭോക്താക്കൾ ഈ അദാനിയും അംബാനിയും പോലെയുള്ള വൻകിട മുതലാളിമാരായിരിക്കും എന്നാണ് അങ്ങ് പ്രാഥമികമായി കരുതുന്നത്? അല്ല, അത്ര ഒരു നയം അവർ ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിയുകയും നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണല്ലോ. എന്ത് നയമാണ് പ്രഖ്യാപിച്ചത്? അതാണ് ബ്ലൂ ഇക്കോണമി എന്ന ആ നയത്തെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ നയരേഖകൾ 7 നയരേഖകൾ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പ്രകാരം 75,000 ചതുരശ്ര കിലോമീറ്റർ ആണ് ആഴക്കടലിൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ആർക്കാണ് കൊടുക്കുന്നത്? അവിടെയുള്ള പോളി മെറ്റാലിക് നോഡ്യൂൾസും അവിടെയുള്ള കൽക്കരി കട്ട പോലെ ആഴ്ത്തി കിടക്കുന്ന കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ് തുടങ്ങിയ ലോഹങ്ങളുണ്ട്. അതിൽ $187 ബില്യൺ നിക്ഷേപത്തിന്റെ കണക്ക് ഗവൺമെന്റ് നയരേഖയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് പൂർണ്ണമായും ഞങ്ങൾ പ്രൈവറ്റ് ചെയ്യുന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്ത് റോൾ അവിടെ? പൊതുമേഖല അതായത് ശ്രീ ചാൾസ് ജോർജ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റ് അങ്ങനെ പറയുമോ? അതാണ് യഥാർത്ഥം. അതാണ് ശരിയായ വാക്ക്. നിങ്ങൾ പ്രയോഗിച്ചാൽ ശരിയായ വാക്ക്. അപ്പോ ഈ പ്രഖ്യാപനം, ഈ ബജറ്റ് പ്രഖ്യാപനം ഒന്നും കൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ, പ്രത്യേകിച്ചും കോവിഡാനന്തരം നമുക്കറിയാമല്ലോ, വല്ലാതെ തകർന്നു പോയ ജീവിതങ്ങളാണ്, വല്ലാതെ തകർന്നു പോയ ഒരു മേഖലയാണ് തീരദേശ മേഖല. ഇപ്പോൾ തീരദേശ മേഖലയ്ക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് വേണ്ടി 6000 കോടി രൂപ വകയിരുത്തുന്നു. ഒരു വലിയ കാര്യമായി കേന്ദ്ര സർക്കാർ ബജറ്റിൽ വലിയ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ഒരു തരത്തിലും മെച്ചപ്പെടുത്തില്ല എന്നാണ് അങ്ങ് കരുതുന്നത്? കാരണം ഇതിന്റെ വക വരുത്തല് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പിടിയില്ല. കേരളത്തിന് എന്ത് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഓരോ സെക്ടറിലുള്ള, ഞാൻ പറയുന്നത് 1500 രൂപയാണ് ഞങ്ങൾക്ക് സമ്പാദ്യ സമാശ്വാസം നൽകേണ്ടത്. അതുപോലും നൽകാത്തൊരു കേന്ദ്ര സർക്കാർ 6000 കോടിയുടെ പദ്ധതി പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം സാർ? അതാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നത്. അതാണ് ഫിജി ചോദ്യം. അതാണ് ഫിജി ചാൾസ് ജോർജിന്റെ ചോദ്യം. അതായത് ഇത് വകയിരുത്തലാണോ വകവരുത്തലാണോ എന്ന് പോലും സംശയമുണ്ട് ശ്രീ ചാൾസ് ജോർജിന്. ഫിജി, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തുടരാം. അതാണ് ഫിറോസ്, തീർച്ചയായും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകളുണ്ട്. വളരെ വലിയ ദുരന്തങ്ങൾ അതിജീവിക്കുന്നവരാണ്
ഈ 6000 കോടി രൂപ അതായത് നേരിട്ട് ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് പറയാനുള്ളത് താങ്കൾക്ക്? അല്ല, വർഷം അതിന് മൊത്തത്തിൽ ലഭിക്കേണ്ട 1500 രൂപ പോലും നൽകാത്തൊരു സർക്കാരാണ് ആ നോക്കണം. സമ്പാദ്യ സമാശ്വാസ പദ്ധതി ഉണ്ട്. കേരള സർക്കാർ 1500, കേന്ദ്രം 1500, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി 1500. അങ്ങനെ 4500 രൂപ ഒരു വർഷം 3 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് പഞ്ഞ മാസം കിട്ടും. അതിൽ 1500 കോടി 2 വർഷവും കുടിശ്ശിക വരുത്തിയവരാണ് ഈ പറയുന്നത്. 6000 കോടി വരെ. ഞങ്ങളുടെ അനുഭവം അറിയാമല്ലോ. കഴിഞ്ഞ വർഷം കൊച്ചി അഴിമുഖത്തിന് മാത്രമാണ് ഇതിന്റെ തുക വകയിരുത്തിയിട്ടുള്ളത്. വേറെ ഒരു പദ്ധതി ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യവും അതിന് മൊത്തം പ്രാവശ്യവും ഈ പൈസ വന്നിരിക്കുന്നത് മുഴുവൻ പോയിരിക്കുന്നത് ജാർഖണ്ഡിലും ബീഹാറിലും ഒക്കെയാണ്. അവർക്ക് പൈസ കൊടുക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പദ്ധതി ഇതാണ്. ഞങ്ങൾക്ക് വരേണ്ട പൈസ പോലും കിട്ടിയിട്ടില്ല. മാത്രമല്ല, ആഴക്കടൽ മേഖലയിൽ വൻകിട കപ്പലുകൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുക. ഞങ്ങളുടെ മേഖല നിങ്ങൾ അറിയണം, പ്രീ ഡോമിനന്റായി പ്രാഥമികമായും അത് ഒരു ലേബർ ഇന്റൻസീവായ തൊഴിൽ സാന്ദ്രമായ മേഖലയാണ്. ആയിരക്കണക്കിന് ചെറുകിട ബോട്ടുകൾ 30-40 ദിവസം പോയിട്ടാണ് ആഴക്കടലിൽ പോയി ചൂരയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഗവൺമെന്റ് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയാണ് ആ മേഖല ഇന്ത്യയിലെ കുത്തകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മേഖല ആൾക്കാർ തൊഴിൽ പോവുകയാണ്. അറിയാമല്ലോ, വൻകിട കപ്പൽ സമൂഹം വന്ന് ആഴക്കടലിലെ സമ്പത്ത് പൂർണ്ണമായി വാരിക്കൊണ്ടുപോകും. ട്യൂണ ലൈക്ക് ഫിഷസും ഓലപ്പടവനും മുറപ്പടവനും പോലുള്ള വൻകിട മത്സ്യങ്ങൾ മുഴുവൻ കപ്പലുകൾ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഞങ്ങൾ അവിടെ പോയി ജീവിക്കും. തീരക്കടലിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ആനുകൂല്യമാണ് നൽകുന്നത്? ഏറ്റവും ചുരുക്കിയ പക്ഷം ഏത് ഇനത്തിലൊക്കെ ഞങ്ങൾക്ക് വഴിതെന്ന് എനിക്കിപ്പോൾ അത് വ്യക്തമായിട്ടില്ല. 6000 കോടി ഞാൻ അംഗീകരിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ലെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് അത് വിഹിതീകരിച്ചിരിക്കുന്നത്, അത് വകവരുത്തുന്നതെന്ന് കൂടി ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ചാൾസ് ജോർജ്, താങ്കളുടെ പ്രതികരണത്തിൽ. എന്തായാലും 6000 കോടി രൂപയാണ് മത്സ്യബന്ധന മേഖലയ്ക്ക് വകയിരുത്തിയിരിക്കുന്നത്. അത് നേരിട്ട് ഈ മത്സ്യത്തൊഴിലാളികളിലേക്ക് എങ്ങനെ എത്തുമെന്നുള്ളത് ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇതുവരെയുള്ള പദ്ധതികളൊന്നും ഗുണം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ തുകയും അതിൻ്റെ വകയിരുത്തൽ എത്രമാത്രം പ്രയോജനം ചെയ്യും എന്നുള്ളൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ.